all, today we are going to discuss about network based on administration. So on the basis of network administration, networks can be classified into two, peer-to-peer network and client or server network. And first we are going to discuss about peer-to-peer network. And this is the most commonly used computer network, and this is very cost effective and support less than number of computers in a network. ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് പിയർ ടു പിയർ നെറ്റ്വർക്ക്. ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് P2P നെറ്റ്വർക്ക് എന്ന് വിളിക്കും. 10 to 15 കമ്പ്യൂട്ടേഴ്സ് നമുക്ക് അറ്റ് എ ടൈം ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഈ ഒരു നെറ്റ്വർക്ക് ഈ കണക്ട് ചെയ്ത കമ്പ്യൂട്ടറിലെ ഇൻഫോർമേഷൻസിനും മീൻസ് ഫയൽസിനും റിസോഴ്സസിനെല്ലാം ഷെയർ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ആക്സസ് ഷെയർഡ് റിസോഴ്സസ് ഫൗണ്ട് ഓൺ അതർ കമ്പ്യൂട്ടേഴ്സ്. ആൻഡ് ഈ ഒരു സിസ്റ്റത്തിൽ എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ഈക്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിനൊരു പെർട്ടിക്കുലർ ഒരു സെർവറോ അല്ലെങ്കിൽ എല്ലാ കമ്പ്യൂട്ടേഴ്സിനും നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനും കൺട്രോൾ ചെയ്യാനുള്ള ഒരു സെർവറോ ഒരു കമ്പ്യൂട്ടറോ ഒന്നുമില്ല. ആൻഡ് ഓൾ ഹാവ് സിമിലർ എബിലിറ്റീസ് ടു യൂസ് ദ റിസോഴ്സസ് അവൈലബിൾ ഓൺ ദ നെറ്റ്വർക്ക്. അതുപോലെ ഇത് മെയിൻലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്മോൾ ടു മീഡിയം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിനാണെന്നാണ് പറയുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വളരെ കുറച്ച് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻവോൾവ്സ് 2 or more computers pooling individual resources such as disk drive, CD-ROMs and printers etc. So ഈ ഷെയർഡ് റിസോഴ്സസിന് കമ്പ്യൂട്ടറിൽ ഈ നെറ്റ്വർക്കിൽ ഈ കമ്പ്യൂട്ടറുകൾ വഴി നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കും. ഓരോ കമ്പ്യൂട്ടറും ക്ലയൻ്റായിട്ടും സെർവറായിട്ടും ആക്ട് ചെയ്യും, അല്ലാതെ ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു സെർവർ ഇല്ല. ഈച്ച് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ്സ് ഡയറക്ട്ലി വിത്ത് അതർ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ക്യാൻ ആഡ് ഓർ റിമൂവ് റിസോഴ്സസ് ടു ദ നെറ്റ്വർക്ക്. ഇത് ഓരോ കമ്പ്യൂട്ടറും മറ്റു കമ്പ്യൂട്ടറായിട്ട് ഡയറക്റ്റായിട്ട് തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുവഴി ഫയൽസ് അല്ലെങ്കിൽ റിസോഴ്സസ് മീൻസ് ഫയൽസ്, റിസോഴ്സസ് മീൻസ് വീഡിയോസ്, ഓഡിയോസ്, പിക്ചേഴ്സ് എക്സെട്ര. അങ്ങനെ വാട്ട് എവർ ദ റിസോഴ്സസ് അതിനെയെല്ലാം നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും സാധിക്കും. ആൻഡ് ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒരു peer-to-peer network, a software application need to be installed on a single computer and shared by every computer in the network. ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ ഇത് വളരെ ഇൻഎക്സ്പെൻസീവ് ആണ്, ദാറ്റ് മീൻസ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് ടു സെറ്റപ്പ്. അതുകൊണ്ട് ഇത് ഈസിയർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ദീസ് ആർ ഡിസൈൻഡ് ഫോർ ഓൺലി ലിമിറ്റഡ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ പറഞ്ഞു ഒരു 10 to 15 കമ്പ്യൂട്ടേഴ്സ് വരെയാണ് നമുക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദേ ആർ വെരി ലിമിറ്റഡ്. ദെൻ രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ദീസ് ആർ ലെസ് സെക്യൂർ ദാൻ എ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്. സെക്യൂരിറ്റി വളരെ കുറവാണ്, ലെസ് സെക്യൂർ ആണെന്ന് പറയുന്നു. ആൻഡ് ദ തേർഡ് പ്രോബ്ലം, ദ റിസോഴ്സസ് ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ നെറ്റ്വർക്ക് can become overburdened as they have to support not only the workstation user but also the request from the network users. അതായത് ഈ നെറ്റ്വർക്കിലേക്ക് ഡയറക്റ്റായിട്ട് റിസോഴ്സസ് ഷെയർ ചെയ്യുമ്പോൾ അത് ഓവർലോഡ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊരു പ്രോബ്ലം, നെറ്റ്വർക്ക് ട്രാഫിക്സ് വരാൻ സാധ്യതയുണ്ട്. ദെൻ റെഗുലർ ട്രെയിനിങ് ഈസ് റിക്വയർഡ് ഫോർ കമ്പ്യൂട്ടർ യൂസേഴ്സ് ഓഫ് P2P നെറ്റ്വർക്ക്. ഇത് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്താൽ മാത്രമാണ് ഈ കമ്പ്യൂട്ടർ യൂസേഴ്സിന് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ആൻഡ് ദിസ് നെറ്റ്വർക്ക് ഈസ് കൺട്രോൾഡ് ബൈ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഹ്യൂമൻ. സോ സ്മോൾ മിസ്റ്റേക്ക് ബൈ വൺ ഓഫ് ദ യൂസേഴ്സ് ക്യാൻ ഹോൾഡ് ദ വർക്ക് ഫോർ അതർ യൂസേഴ്സ് ഓൺ സെയിം P2P നെറ്റ്വർക്ക്. അതായത് ഇത് ഹ്യൂമൻ ബീയിങ്സ് ആണ് ഈ കമ്പ്യൂട്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ എറർ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ദ എൻറ്റയർ സിസ്റ്റത്തിനെ ബാധിക്കുമെന്ന് പറയുന്നു. ദിസ് ഈസ് ഓൾ അബൌട്ട് peer-to-peer network, also known as P2P network. The other one is client-server network. And client-server network peer-to-peer network തമ്മിലുള്ള മേജർ ഡിഫറൻസ്, peer-to-peer നെറ്റ്വർക്കിൽ ഒരു പെർട്ടിക്കുലർ ഡിവൈസ് ഇല്ല, ഒരു കമ്പ്യൂട്ടർ ഇല്ല ടു കൺട്രോൾ ഓൾ ദ കമ്പ്യൂട്ടേഴ്സ് ഓൺ നെറ്റ്വർക്ക്. അതേസമയം ക്ലയൻറ്റ് ഓർ സെർവർ നെറ്റ്വർക്കിൽ there will be one dedicated computer which is also known as server. സെർവറിനെ നമ്മൾ ഡെഡിക്കേറ്റഡ് സെർവർ എന്നാണ് വിളിക്കുന്നത്.
ഈ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും ഒരു ഹബിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ഹബ് ഇസ് കണക്റ്റഡ് ടു ഡെഡിക്കേറ്റഡ് സെർവർ. ആൻഡ് ഇവിടെ ദ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സും ഒരു സിംഗിൾ സെർവർ കമ്പ്യൂട്ടറാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെ സെൻട്രൽ സെർവർ എന്നും വിളിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ മൾട്ടിപ്പിൾ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ആ ഒരു സിംഗിൾ സെൻട്രൽ സെർവറായിട്ട് കണക്ട് ചെയ്യുന്നു. ആൻഡ് ദ സെർവർ ഈസ് റെസ്പോൺസിബിൾ ടു പെർഫോം അക്കോർഡിംഗ് ടു ദ റിക്വസ്റ്റ് സെൻഡ് ടു ഇറ്റ് ബൈ ദ ക്ലയൻറ്റ്സ്. സോ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് പെർഫോം ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്നത് ഈ സെർവറാണ്. പിയർ ടു പിയറിൽ അങ്ങനൊരു സെർവർ ഉണ്ടായിരുന്നില്ല. കമ്പ്യൂട്ടേഴ്സ് ഡയറക്റ്റായിട്ടായിരുന്നു കണക്ട് ചെയ്തിട്ടാണ് ഫയൽസും റിസോഴ്സസും എല്ലാം ഷെയർ ചെയ്തിരുന്നത്. ബട്ട് ഇവിടെ സെർവറാണ് ആ ഒരു സിസ്റ്റം പെർഫോം ചെയ്യുന്നത് എന്ന് പറയുന്നു. പിന്നെ ഇവിടെ പറയുന്നത് ഈ സെർവേഴ്സ് എന്ന് പറയുന്നത് പവർഫുൾ മെഷീൻ ആയിരിക്കും. ഈ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് നോർമൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. ബട്ട് ഈ സെർവർ എന്ന് പറയുന്നത് പവർഫുൾ മെഷീൻ. So they are meant to provide strength to computing power within the entire network. So entire നെറ്റ്വർക്കിനെ മാനേജ് ചെയ്യാനുള്ള ഒരു പവർ, അങ്ങനെയുള്ള ഒരു പവർഫുൾ മെഷീനാണ് ഈ സെർവർ എന്ന് വിളിക്കുന്നു. പിന്നെ അതുപോലെ വേറൊരു മറ്റൊന്ന് പറയുന്നത് ഈ സെർവേഴ്സിന് ദേ ക്യാൻ ഹാവ് ബെറ്റർ പ്രോസസ്സിങ് സ്പീഡ്. അതായത് മൾട്ടിപ്പിൾ പ്രോസസ്സിങ് ക്യാപ്പബിലിറ്റി സെർവർ മെഷീനിന് ഉണ്ടായിരിക്കും. And server machines have higher RAM, random access memory, to load and execute software with ease. അത് സെർവർ മെഷീന് ഹയർ റാം ആയിരിക്കും. സോ അവർക്ക് ഈസിലി ഈ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെ റിക്വസ്റ്റുകളെല്ലാം പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് ഈ സെർവർ കമ്പ്യൂട്ടേഴ്സ് ഓൾസോ ഹാവ് മോർ അഡ്വാൻസ്ഡ് നെറ്റ്വർക്ക് കാർഡ്സ് ഇൻസ്റ്റാൾഡ് ഫോർ ഫാസ്റ്റർ ഡാറ്റ ട്രാൻസ്ഫർ. അതുപോലെ തന്നെ ഹാർഡ് ഡ്രൈവ്സ് ആർ വേ ബിഗർ ടു സ്റ്റോർ ദ ഡാറ്റ ഫോർ ദ എൻ്റയർ ക്ലയൻറ്റ്സ്. ആൻഡ് ഈ സെർവർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് വലിയ തരത്തിലുള്ള ഹാർഡ് ഡ്രൈവ്സ് ആയിരിക്കും. സോ എൻ്റയർ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇൻ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് ദ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ആർ സെപ്പറേറ്റ് ആൻഡ് സബോർഡിനേറ്റ് ടു ദ ഫയൽ സെർവർ. മുമ്പ് പറഞ്ഞതുപോലെ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഈ സെർവറിന് സബോർഡിനേറ്റ് ആയിട്ടാണ് ഉണ്ടായിരിക്കുക. ആൻഡ് ദ ഫയൽ സെർവർ ആർ ഓഫൻ സെറ്റപ്പ് സോ ദാറ്റ് ഈച്ച് യൂസർ ഓൺ ദ നെറ്റ്വർക്ക് ഹാസ് ആക്സസ് to his own directory along with a range of public or shared directories where applications and data are stored. അതായത് ആദ്യം പറയുന്നുണ്ട് ഈ ഓരോ ക്ലയൻറ്റ് കമ്പ്യൂട്ടേഴ്സും യൂസ് ചെയ്യുന്ന പ്രൈമറി അപ്ലിക്കേഷൻസും ഫയൽസും ഒരു സെർവറിൽ, ഒരു ഫയൽ സെർവർ എന്നുള്ള സ്ഥലത്ത് ഒരു കോമൺ ലൊക്കേഷനിൽ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നു. ആൻഡ് ഈ ഫയൽ സെർവർ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? ഓരോ യൂസർക്കും അവരുടേതായിട്ടുള്ള ഫയൽ റിസോഴ്സസിനും ഡയറക്ടറീസിനും ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഈ ഫയൽ സെർവേഴ്സ് അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നു. And if the clients want to communicate with each other, they must do so through this file server. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് കമ്പ്യൂട്ടറിന് മറ്റൊരു ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡൺ ത്രൂ ദ ഫയൽ സെർവർ. ഫയൽ സെർവറിലൂടെയാണ് അത് സാധ്യമാകുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ആക്സസ് സ്പീഡ്സ് ആർ യൂഷ്വലി ഫാസ്റ്റർ ദാൻ ദോസ് ഫൗണ്ട് ഓൺ P2P നെറ്റ്വർക്ക്. P2P നെറ്റ്വർക്കിൽ കണ്ടതിനേക്കാളും നെറ്റ്വർക്ക് ആക്സസ് സ്പീഡ് വളരെ അധികമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ മേജർ അഡ്വാൻറ്റേജസ് ആർ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്സ് പോസസ് ഫാസ്റ്റർ ആക്സസ് സ്പീഡ് സിൻസ് ദേ ആർ ഡിസൈൻ ടു സപ്പോർട്ട് ലാർജ് നമ്പർ ഓഫ് ക്ലയൻറ്റ്സ്. ഇതിൻ്റെ നെറ്റ്വർക്ക് ആക്സസ് സ്പീഡ് ഫാസ്റ്റർ ആയിരിക്കും. കാരണം ഇത് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ക്ലയൻറ്റ്സ് കമ്പ്യൂട്ടറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തതുകൊണ്ട് ഇതിൻ്റെ നെറ്റ്വർക്ക് ആക്സസ് സ്പീഡ് ഫാസ്റ്റർ ആയിരിക്കും. The second advantage, the clients are allowed to function as workstations without sharing any resources. ഓരോ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിനും ഒരു സെപ്പറേറ്റ് വർക്ക് സ്റ്റേഷനായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഈസിയർ ടു അപ്ഗ്രേഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് ആൻഡ് ഫയൽസ് ബിക്കോസ് ദേ ആർ ഹെൽഡ് ഓൺ വൺ സിംഗിൾ കമ്പ്യൂട്ടർ. സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിനും ഫയൽസിനെയൊക്കെ ഈസിലി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നു. ബിക്കോസ് അതെല്ലാം ഒരു സിംഗിൾ കമ്പ്യൂട്ടറിലുള്ളത് കൊണ്ട് അത് ഈസിയറായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സിസ്റ്റം വൈഡ് സർവീസസ് ക്യാൻ ബി പ്രൊവൈഡ് ത്രൂ ദ സെർവർ സോഫ്റ്റ്വെയർ. Security is increased on client server network because security is handled by the server.
നമ്മൾ P2B പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സെക്യൂരിറ്റി ആയിരുന്നു. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് കമ്പയർലി സെക്യൂർഡ് ആണ് വെൻ കമ്പയർഡ് ടു P2B. കാരണം ഇവിടെ ഈ സെക്യൂരിറ്റി ഇസ് ഹാൻഡിൽഡ് ബൈ ദ സെർവറാണ്. ആൻഡ് ദ മേജർ ഡിസഡ്വാൻറ്റേജസ് ആർ ആൻഡ് മേ ബി നമ്മൾ P2P പറഞ്ഞതുപോലെ ഈ കമ്പ്യൂട്ടേഴ്സിലുള്ള റിസോഴ്സസ് ക്യാൻ ബിക്കം ഓവർ ബർഡൻഡ്. അങ്ങനെ ഓവർ ബർഡൻഡ് ആയിട്ട് ഫർദർ റിക്വസ്റ്റ് ഒന്നും പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാം. അതുപോലെ തന്നെ സെക്കൻഡ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക്സ് ഹാവ് ഹയർ ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് കമ്പയർഡ് ടു P2P നെറ്റ്വർക്ക്. പിയർ ടു പിയർ നെറ്റ്വർക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്ക് കുറച്ചും കൂടി കോസ്റ്റ്ലിയർ ആണ്. അത് കാരണം ഇതിനൊരു പെർട്ടിക്കുലർ സെർവർ വേണം. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കുറച്ചും കോസ്റ്റ്ലിയർ ആണ് വെൻ കമ്പയർഡ് ടു പിയർ നെറ്റ്വർക്ക്. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ടൈപ്സ് ഓഫ് peer-to-peer network. The peer-to-peer networks are generally classified into three: wired Ethernet networks, wireless Ethernet networks, power line networks. So there are three classification of a peer-to-peer network. Which are they? Wired Ethernet network, wireless Ethernet network, and power line network. ആദ്യത്തെയാണ് wired Ethernet network. So എന്താണ് wired Ethernet network? ഇത് വളരെ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഹോം നെറ്റ്വർക്കാണ് എതർനെറ്റ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് കോമൺ ഹോം നെറ്റ്വർക്ക് ഈസ് എതർനെറ്റ്. ഇത് വളരെ പോപ്പുലറാണ്, വിച്ച് ഈസ് യൂസിങ് ദ ലാൻ ടെക്നോളജി. ആൻഡ് അത് പോപ്പുലർ ആകുന്നതിനൊരു കാരണം ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ് സെറ്റപ്പ് കോസ്റ്റ്. ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് കുറവാണ്, അതുപോലെ തന്നെ റീസണബിളി ഫാസ്റ്റ് സ്പീഡും ആണെന്ന് പറയുന്നു. ആൻഡ് ഒരു എതർനെറ്റ് നെറ്റ്വർക്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഇത് വയേർഡ് എതർനെറ്റ് നെറ്റ്വർക്കാണ്. അപ്പോൾ പേരിൽ പറയുന്നത് പോലെ തന്നെ വയേഴ്സ് ആൻഡ് കേബിൾസ് റൺ ഫ്രം കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ. ആൻഡ് ഇത് മൾട്ടിപ്പിൾ യൂസേഴ്സിന് പറ്റുന്ന ഒരു ഐഡിയൽ നെറ്റ്വർക്കാണെന്ന് പറയുന്നു. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഈസ് ഫാസ്റ്റ് വിത്ത് ട്രാൻസ്ഫർ റേറ്റ്സ് അപ് ടു 100 Mbps ആൻഡ് ഇൻഎക്സ്പെൻസീവ് ടു ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ. ദ സ്പീഡ് എന്ന് പറയുന്ന ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഓഫ് എതർനെറ്റ് ക്യാൻ ബി 10 Mbps ആണ്. അതുപോലെ ഫാസ്റ്റ് എതർനെറ്റ് ആണെങ്കിൽ 100 Mbps, ജിഗാബൈറ്റ് എതർനെറ്റ് ആണെങ്കിൽ 1000 Mbps ആണെന്ന് പറയുന്നു. ആൻഡ് Mbps മീൻസ് വാട്ട്? മെഗാബിറ്റ്സ് പെർ സെക്കൻഡ്സ്. ആൻഡ് ദ IEEE standards, that means the Institute of Electrical and Electronic Engineers standard, have been developed by the International Standard Organization, and it was done in 1985, produced a series of standards for the local area networks. ആൻഡ് ഇത് വൈഡ്ലി ആക്സെപ്റ്റബിൾ ഒന്നാണ്, വേൾഡ് വൈഡ് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒന്നാണ്. ആൻഡ് വൺ ഓഫ് ദ IEE 802 സ്റ്റാൻഡേർഡ്സ് ആൻഡ് ദ IEE 802.3 is known as Ethernet. അപ്പോൾ IEE നമ്മൾ കണ്ടു. എന്താണായിരുന്നു IEE? ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് അവർ ഡെവലപ്പ് ചെയ്ത ആ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എതർനെറ്റ് എന്ന് വിളിക്കുന്നത് 802.3 ആണ്. IEE 802.3 is known as Ethernet. ആൻഡ് ഇത് വളരെ അധികം യൂസ് ചെയ്യുന്ന ലാൻ ടെക്നോളജി ആണെന്ന് പറയുന്നു. ആൻഡ് ദിസ് എതർനെറ്റ് വാസ് ഡെവലപ്ഡ് ബൈ Xerox Corporation in 1972 and it was the first local area network. 1972 Xerox Corporation ആണ് എതർനെറ്റ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഇതാണ് ആദ്യത്തെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ആൻഡ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത് ഫാസ്റ്റ് ട്രാൻസ്ഫറിങ് ഡാറ്റ, ലെസ് എക്സ്പെൻസീവ് ടു ഇൻസ്റ്റാൾ ദാൻ വയർലെസ്, നോട്ട് പ്രോൺ ടു ഇൻ്റർഫെറൻസ്, വയർഡ് കണക്ഷൻസ് ഓൾസോ ഡു നോട്ട് ഹാവ് സെക്യൂരിറ്റി ഇഷ്യൂസ്, users are not required to purchase any extra hardware, and Ethernet cables, hubs and switches are extremely reliable, mainly because manufacturers have been continuously improving the Ethernet technology over decades. So these are the advantages of wired Ethernet network. Next what we are going to learn is wireless Ethernet network. ഇപ്പോൾ സെയിം ടെക്നോളജി തന്നെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തായിരിക്കും? വയർലെസ് ആണ്
അല്ലേ? എന്താണ് ഈ വയർലെസ് ടെക്നോളജി എന്ന് പറയുന്നത്? എ വയർലെസ് നെറ്റ്വർക്ക് ഈസ് ദ ഈസിയസ്റ്റ് ടു ഇൻസ്റ്റാൾ ബിക്കോസ് ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ഡാറ്റ വയ റേഡിയോ ഫ്രീക്വൻസീസ് ഇൻസ്റ്റെഡ് ഓഫ് കേബിൾസ്. വയർഡ് നെറ്റ്വർക്ക് ആകുമ്പോൾ അതൊരു കേബിൾസിലൂടെയാണ് ഈ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വെറാസ് ഇൻ കേസ് ഓഫ് വയർലെസ് എതർനെറ്റ് നെറ്റ്വർക്ക് ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ഡാറ്റ യൂസിങ് റേഡിയോ ഫ്രീക്വൻസീസ് ഇൻസ്റ്റെഡ് ഓഫ് കേബിൾ. ആൻഡ് ഇത് വയറില്ലാതെ വർക്ക് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ വയർലെസ് എതർനെറ്റ് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇതൊരു ഓഫീസിലോ അല്ലെങ്കിൽ ഹൗസിലെല്ലാം ഈ വയർലെസ് നെറ്റ്വർക്ക് വളരെ സൂട്ടബിളാണ്. ആൻഡ് ഇത് വളരെ കൺവീനിയൻറ്റ് നെറ്റ്വർക്കിംഗ് സൊല്യൂഷനാണ് ടു സെറ്റപ്പ് നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഡിഫറെൻറ്റ് റൂംസ് ഓർ ഓൺ ഡിഫറെൻറ്റ് ഫ്ലോർ. ഇപ്പോൾ ഓഫീസ് സ്പേസിലായാലും മറ്റ് ഹൗസുകളിലായാലും ഇത് ഈസിയസ്റ്റ് ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് ടൈപ്പാണ്. ദോ നോട്ട് മച്ച് ഫാസ്റ്റ്, ലിറ്റിൽ മോർ എക്സ്പെൻസീവ് ദാൻ എ വയർഡ് നെറ്റ്വർക്ക്, ഇറ്റ് ഗീവ്സ് യൂസേഴ്സ് ദ ഫ്രീഡം ടു വർക്ക് ആൻഡ് ആക്സസ് പെരിഫറൽസ് ഫ്രം ദ പ്രാക്ടിക്കലി എനിവേർ ഇൻ ആൻഡ് അറൗണ്ട് അവർ ഹോം. ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത വയർലെസ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസിയർ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് up to 150 feet and transfer up to 11 Mbps. അത് 11 megabits per seconds വരെ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്പീഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് വയർലെസ് ലാൻസ് ബട്ട് ലെസ് സെക്യൂർ ആണ് ദെൻ വയർഡ് ലാൻസ്. വയർഡ് ലാൻസിനേക്കാളും സെക്യൂരിറ്റി കുറവാണ് വയർലെസ് ലാൻഡിന്, ബിക്കോസ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ് ട്രാവൽ ത്രൂ എയർ ആൻഡ് ക്യാൻ ബി ഈസിലി ഇൻ്റർസെപ്റ്റഡ്. അതുപോലെ ഇതിൻ്റെ മേജർ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒന്ന് കേബിൾ ഫ്രീ നെറ്റ്വർക്കിംഗ്, ഫ്രീഡം ആൻഡ് മൊബിലിറ്റി ടു വർക്ക് എനിവേർ, ഈസി ടു ഇൻസ്റ്റാൾ, കോമ്പാക്റ്റബിൾ വിത്ത് എതർനെറ്റ് നെറ്റ്വർക്ക്, ഐഡിയൽ ഫോർ നോട്ട്ബുക്ക് യൂസേഴ്സ്. ദെൻ ദ തേർഡ് കാറ്റഗറിയാണ് പവർ ലൈൻ നെറ്റ്വർക്ക്. പവർ ലൈൻ നെറ്റ്വർക്ക് വയേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. Power line networks use wires that already exist inside the wall to connect computers in the network. In a power line network, any already installed electric outlet can be used for network connection. Wireless networks work well in some cases, but there are some venues where Wi-Fi simply doesn't reach far enough to provide reliable services across our entire home. Thick or highly insulated walls act as a block for free data transfer. Moreover, household devices from microwave ovens to cordless phones that can use radio frequency interference. Neither is a problem with power line adapters. As long as we have a spare AC outlet in a room, we will be able to get network access there. അതായത് ഈ ഒരു പവർ ലൈൻ നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ഇലക്ട്രിക് ഔട്ട്ലെറ്റിനും ഈ പവർ ലൈൻ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് നെറ്റ്വർക്ക് കണക്ഷൻ പോസിബിൾ ആവുമെന്നാണ് പറയുന്നത്. സംടൈംസ് വയർലെസ് നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ചില സമയത്ത് ഈ വയർലെസ് നെറ്റ്വർക്ക് പല സ്ഥലത്തേക്കും എത്തുന്നില്ല, എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഈ ഹൈലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വാൾസ് എല്ലാം ഈ ഡാറ്റ ട്രാൻസ്ഫറിന് ഒരു തടസ്സമായിരിക്കും, ഒരു ബ്ലോക്ക് ആയിരിക്കാം. സോ അങ്ങനെയുള്ള സമയത്ത് ഈ പവർ ലൈൻ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അത് ഈസിലി നമുക്ക് ആ എല്ലാ ഇലക്ട്രിക് ഔട്ട്ലെറ്റ്സിനെയും ഇലക്ട്രിക് ഡിവൈസസിനെയും ഈസിലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. സോ ദീസ് ആർ ദ 3 types ഓഫ് പിയർ ടു പിയർ നെറ്റ്വർക്ക്: വയേർഡ് എതർനെറ്റ് നെറ്റ്വർക്ക്, വയർലെസ് എതർനെറ്റ് നെറ്റ്വർക്ക് ആൻഡ് ദ പവർ ലൈൻ നെറ്റ്വർക്ക്. And then next we are going to learn about the use of computer network. So what are the benefits of using the computer network? First one, information sharing. Easily നമുക്ക് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, ഷെയറിങ് ദ ഹാർഡ്വെയർ. അപ്പോൾ പ്രിൻറ്റേഴ്സും DVD റൈറ്റേഴ്സ് അങ്ങനെയൊക്കെ പറയുന്നതെല്ലാം നമുക്ക് ഈസിലി കോസ്റ്റ് റിഡ്യൂസ് ചെയ്തിട്ട് തന്നെ വലിയധികം എക്സ്പെൻസീവ് അല്ലാതെ തന്നെ ഇത് ഓഫീസ് സ്പേസുകളിലും എമംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് ഹാർഡ്വെയർ ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു ഷെയർ ദ സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻസ്. ദെൻ അടുത്തത് പറയുന്നത് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ. ഇതിനൊരു സിംഗിൾ പോയിൻ്റ് ഓഫ് മാനേജ്മെൻറ്റ് കിട്ടും. സോ എല്ലാം ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ പോസിബിൾ ആവും എന്നാണ് പറയുന്നത്. സോ ഇതുവഴി ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി നമുക്ക് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എൻഷുർ ചെയ്യാൻ പറ്റും. ആ ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററിന് പ്രോപ്പറായിട്ട്
ഒന്ന് മോണിറ്റർ ചെയ്യാനും സാധിക്കും. ദെൻ ഇമെയിൽ, ദാറ്റ് ഈസ് ദ ഇലക്ട്രോണിക് മെയിൽ. ഇത് മറ്റൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഓഫ് നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ. സോ ഇത് എന്താണ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് ഇലക്ട്രോണിക് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജസ് ഓവർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്. ദെൻ അടുത്തതാണ് IRC, ഇൻ്റർനെറ്റ് റിലേ ചാറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്, വിച്ച് മീൻസ് ദ ടെക്സ്റ്റ് ബേസ്ഡ് ചാറ്റ് ചാനൽസ്. നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷന് അക്രോസ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് ഈസിലി ടെക്സ്റ്റ് ബേസ്ഡ് ചാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണുള്ള ഇൻ്റർനെറ്റ് റിലേ ചാറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഫോർ ഓഡിയോ ഓർ വീഡിയോ കോൺഫറൻസിങ്. ഇപ്പോൾ 2 or more people when they are located in different locations, നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി വോയിസ് ഓർ വീഡിയോ കോൺഫറൻസിങ് പോസിബിൾ ആവും. ആൻഡ് ദ ലാസ്റ്റ് വൺ ആണ് ഇൻ്റർനെറ്റ് ഫോൺ. ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഫോൺ വിളിക്കാനുള്ള സൗകര്യത്തിനെയാണ് ഇൻ്റർനെറ്റ് ഫോൺ എന്ന് വിളിക്കുന്നത്. സോ ദീസ് ആർ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, വിച്ച് നമുക്ക് ഇതിന് അഡ്വാൻറ്റേജസ് എന്നോ ബെനിഫിറ്റ്സ് എന്നൊക്കെ പറയാം. So thank you all, learn very well.